ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സമൃദ്ധിയുടെ പൊൻകണിയൊരുക്കി മലയാളികൾ വിഷു ആഘോഷിക്കുകയാണ്. തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയം ആഘോഷിക്കുന്ന ഉത്സവം കൂടിയാണ് മലയാളിക്ക് വിഷു. കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞൾ തുരി ചാർത്തി. വിഷുവിനെ കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. നരകാസുര വധവുമായി ബന്ധപ്പെട്ടതാണ് അതിൽ പ്രധാനം. രാമായണവുമായി ബന്ധപ്പെട്ടും കഥകളുണ്ട്. മേടപ്പുലരിയുടെ വരവിളിച്ചോതിക്കൊണ്ട് കണിക്കൊന്നകൾ പൂത്തുലയുമ്പോൾ നാടെങ്ങുമുള്ള മലയാളികൾ വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങും. സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് മാറുന്ന ശുഭമുഹൂർത്തം കൂടിയാണ് വിഷു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി നിറകണി ഒരുക്കിയാണ് മലയാളികൾ വിഷുവിനെ വരവേൽക്കുന്നത്. കാർഷിക വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ നിലനിന്നിരുന്ന പഴയ കാലത്ത് വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യം കണി കണ്ടുണരുക എന്നതാണ് ഇതിന്റെ സങ്കല്പം. അലങ്കരിച്ചു വെച്ച കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ തെളിഞ്ഞു കത്തുന്ന നിലവിളക്കുകളും അതിനു സമീപത്ത് തേച്ചുമിനുക്കിയ ഓട്ടുരുളിയിൽ ഉടങ്ങലരിയും സ്വർണവർണ്ണമാർന്ന കണിവെള്ളരിയും മുറിച്ചുവെച്ച നാളികേരവും ഫലവർഗ്ഗങ്ങളും വിത്തുകളും അഷ്ടമംഗല്യവും തുറന്നുവെച്ച ഗ്രന്ഥവും വാൽക്കണ്ണാടിയുമെല്ലാം ഒരുക്കി വെച്ചാണ് കണി തയ്യാറാക്കുക. സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായി കസവ് വസ്ത്രവും സ്വർണവും പണവും എല്ലാം ഉണ്ടാവും. അമ്മമാർ കുട്ടികളെ കണ്ണുപൊത്തിക്കൊണ്ടുവന്ന് കണി കാണിക്കും. തുടർന്ന് വീട്ടിലെ മുതിർന്നവർ കൈനീട്ടം നൽകും. പിന്നെ സന്തോഷത്തിന്റെ പ്രതീകമായി പടക്കങ്ങൾ പൊട്ടിച്ചും പൂത്തിരികൾ കത്തിച്ചും എല്ലാവരും ചേർന്ന് വിഷു അവിസ്മരണീയമാക്കും. കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞൾ തുരി ചാർത്തി. കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കളിമൺ പാത്ര നിർമ്മാണം ജീവിതോപാധി